ഹലോ എവരിവൺ, വെരി ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് അല്ലേ. എന്താണ് ശരിക്ക് മഴക്കാലം അല്ലേ? പണ്ടൊക്കെ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു കുളിർമയായിരുന്നു, നല്ല ആശ്വാസമായിരുന്നു. മഴ വരുന്നുണ്ട്, ഒരുപാട് വെള്ളം കിട്ടും. കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ കളിക്കാം, തോണി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കുളങ്ങളിലും മറ്റും പാടങ്ങളിലും ഒക്കെ ഓടിച്ചാടി നടക്കാൻ, മീൻ പിടിക്കാൻ പോവാം. നിങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങനെ വിടില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒളിച്ച് ചാടി കുളത്തിലേക്കും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് പോകും. അപ്പം മഴക്കാലം എന്ന് പറഞ്ഞാൽ പാടങ്ങളും വടവരമ്പുകളും കുളങ്ങളും തോടുകളൊക്കെ നിറഞ്ഞൊഴുകി നല്ലൊരു രസമുള്ളൊരു കാലാവസ്ഥ ആയിരുന്നു എന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളെ ഉള്ളിലൊക്കെ ആയിരുന്നു എന്നുള്ള സംഭവം ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മഴക്കാലം വരുമ്പോഴേക്ക് ഇപ്പോൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മഴക്കാലത്തെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, മഴക്കാലം എന്നുള്ളത് എത്ര സുന്ദരാണെന്നുള്ളത്. മഴ എപ്പോഴും ഇങ്ങനെ വീക്ഷിച്ച് നിന്നിട്ടുണ്ടോ? ഞാൻ ഒന്ന് നോക്കി നിന്ന് നോക്കും, മഴയുടെ സൗണ്ടും മണ്ണിന്റെ മണവും ഒക്കെ ആയിട്ട്. അതൊരു പ്രത്യേക എനർജി തന്നെയാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ മഴ കൊള്ളുന്നവന് ആ സുഖം ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ മഴ കൊള്ളുമ്പോഴും ഞാൻ മഴ കൊള്ളാൻ റെഡിയാണ് എന്നുള്ള നിലക്ക് ആ മഴ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാനിപ്പോൾ പലപ്പോഴും ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മഴ പെയ്യും. പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ, മഴ പെയ്താൽ നമ്മൾ കോട്ടൊന്നും എടുക്കൂല, കോട്ടൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ മഴ കൊണ്ട് പോകും. മഴ കൊള്ളാൻ റെഡിയായി മഴ കൊള്ളുമ്പോൾ അത് വേറെ രസമാണ്. ഏതൊരു കാര്യം അങ്ങനെയാണ് അല്ലേ? നമ്മൾ അതിനുവേണ്ടി തയ്യാറായിട്ട് അത് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. നമ്മളെ വണ്ടി കഴുകുകയാണെങ്കിലും വീട്ടിലെ ജോലി ചെയ്യണമെങ്കിലും അടിച്ചു വാരി മുറ്റം വൃത്തിയാക്കണമെങ്കിലും വീട് വൃത്തിയാക്കണമെങ്കിലും ഒക്കെ അതിനോടൊരു രസം ഉണ്ടായിട്ട് അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ ഏതൊരു കാര്യം അറിഞ്ഞ് സന്തോഷത്തോടു കൂടി ചെയ്യുക എന്നുള്ളത്. മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയവും മഴക്കാലവും ഒരുമിച്ച് വരിക ചെയ്യുക. പുതിയ കുടയും പുതിയ ബാഗും പുതിയ മണമുള്ള ബുക്കൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, സ്കൂളിലേക്ക് അങ്ങനെ യാത്ര ആവും. വൈകുന്നേരങ്ങളിൽ ലാസ്റ്റ് പീരീഡിലൊക്കെ നല്ല മഴയും ക്ലാസ്സിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥയൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ നല്ല രസമാക്കി എടുത്തിരുന്ന ഒരു സമയമൊക്കെയാണ്. ഇപ്പം അങ്ങനെ ഉണ്ടാവുക അറിയില്ല. സ്മാർട്ട് ക്ലാസ് റൂമുകളും അടിപൊളി ക്ലാസ് റൂമുകളും ഒക്കെ ആയി. ഇപ്പം പുറത്ത് മഴ പെയ്യുന്നതന്നെ ഉള്ളോട്ട് അറിയാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ വിഷയത്തിലോട്ട് കിടക്കാം. ഇതൊക്കെ തന്നെ നമ്മളെ വിഷയം, മഴക്കാലം എങ്ങനെ നമുക്ക് ഏറ്റവും എൻജോയബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മഴക്കാലം നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ മഴക്കാലം വരുമ്പോഴേക്ക് ഭയപ്പെടുകയാണ്. നമ്മൾ ഭയപ്പെടുത്തി വെച്ചതുകൊണ്ടൊന്നും കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ ഭയപ്പെടാൻ പോയിട്ടല്ലേ. ആരെങ്കിലും ഭയപ്പെടുത്തുന്നതിന് നമ്മളെന്തിനാ ഭയപ്പെടാൻ പോകുന്നത്? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ മനസ്സിലാക്കാം മഴക്കാലം എന്നുള്ളത് അത്രക്കും സുന്ദരമായിട്ടുള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ്. യൂട്യൂബ് ലൈവ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അഡ്മിൻസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. യൂട്യൂബ് ലൈവ് നമ്മളെ വൈറ്റാലിറ്റി ഹെൽത്തിന്റെ യൂട്യൂബിൽ ലൈവ് പോകുന്നത്, അപ്പൊ അതിന്റെ ലിങ്ക് അതിൽ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും നല്ല മഴക്കാലം, അത് ഇപ്പൊ എത്ര നല്ല മഴ പെയ്താലും നമുക്കത് എപ്പോഴും ആസ്വാദ്യകരമായിരിക്കണം. പലപ്പോഴും വീടുകളിലും മറ്റൊക്കെ വെള്ളം കയറുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ പരിഗണിക്കേണ്ട കാര്യം കൂടിയാണ്. എല്ലാം രസമുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ടൊക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ്? മഴക്കാലം വരുമ്പോഴേക്ക് രോഗം വരുമോ എന്ന ഭയം അല്ലേ? അത് ഇപ്പൊ കുറച്ചായിട്ട്, വല്ലാതൊന്നുമില്ല, ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് മഴക്കാലങ്ങളിലേക്ക് എന്ത് ചെയ്യും ആളുകൾ, അങ്ങനെ ആളുകളെ ഭീതിപ്പെടുത്തി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല പുതിയ അസുഖങ്ങളുടെ പേരും, നിപ്പ, കൊറോണ, അങ്ങനെ പല ജലദോഷം വന്നാലേ പേടിയപ്പോ. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും, മെഡിക്കൽ സെന്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ
എല്ലാത്തിനും ഒരു മരുന്ന്. കുപ്പി കൊണ്ടുപോയാലും എല്ലാത്തിനും ഒരു മരുന്ന് തരും അല്ലേ? ഇപ്പൊ ആ മരുന്ന് കാണാനില്ല. പക്ഷേ എന്തെങ്കിലും ഇവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന പോലെ തോന്നുന്നുണ്ട് പറഞ്ഞാ അതിന് വേറെ മരുന്ന്. അതിന് വേറെ മരുന്ന്. എന്ത് തോന്നുന്നുണ്ട് പറഞ്ഞാ അതിന് വേറെ മരുന്ന്. തോന്നണ്ട കഴിച്ചോ, മാറിക്കോട്ടെ എന്നാ പറയാ. നമ്മളെന്നോട് മാറിപ്പോവും. അപ്പൊ എന്താ ചെയ്യാ? നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട കാര്യം മഴക്കാലം എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട് കാണുക എന്നുള്ളത് ആദ്യം പഠിക്കുക. അത് ശരിക്കും അൽഹംദുലില്ലാ. മഴക്കാലം ആയല്ലോ. അതൊരു ഭൂമിയിൽ പ്രത്യേകിച്ച് കേരളക്കരയിൽ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ മൺസൂൺ എന്നുള്ളത്. പശ്ചിമഘട്ട മലനിരകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ഒരു കാലയളവിൽ നമുക്ക് കൃത്യമായ രീതിയിൽ എല്ലാ വർഷവും മഴ കിട്ടിപ്പോകുന്നത് നമ്മളെ ഈ ഒരു ഭൂപ്രകൃതിയും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കേരളത്തിന്റെ ഈ ഒരു നല്ല ഒരു കാലാവസ്ഥയെ നിലനിർത്തി കൊണ്ടുപോകാനും വേനൽ രൂക്ഷമാവാതെ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കാനും അത് കാരണമാകുന്നുണ്ട് ഈ ഒരു മൺസൂൺ. ഓക്കെ. സൗണ്ട് കുറവുള്ളവര് നമ്മുടെ യൂട്യൂബ് ലൈവില് നോക്കാട്ടോ. നമ്മൾ മൈക്ക് യൂട്യൂബ് ലൈവിന് വേണ്ടിയാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം അതാണ് റെക്കോർഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇത് നമുക്ക് ഐപാഡിന്റെ മൈക്കാണ് ഉണ്ടാവുക, കുറച്ച് അടുത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ആസ്വാദകരമായി മുന്നോട്ട് പോകണം. ഇപ്പൊ മഴക്കാലത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം അസുഖങ്ങളാണ് മഴക്കാലത്ത് ഉണ്ടാവുക? പനി, ജലദോഷം, തുമ്മല്, അതുപോലെ തന്നെ കഫം, ചുമ, വയറിളക്കം, ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതൊക്കെ ഇപ്പൊ അടുത്തുണ്ടായതാണോ? പണ്ട് കാലത്ത് മനുഷ്യോൽപത്തി മുതൽ അപ്പൂപ്പന്മാരും കാലം മുതലേ ഈ സംഭവം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനൊരു രോഗമായി ചിത്രീകരിച്ചിട്ട് ഇരുന്നില്ല എന്നുള്ളൂ അല്ലേ? നമ്മൾ ആരും അതിനെ ഒരു രോഗമായിട്ട് ചിത്രീകരിച്ചിരുന്നില്ല. അപ്പോ ഈ അസുഖങ്ങൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അസുഖമായി തുടങ്ങിയെന്ന് വെച്ചാൽ ആ അസുഖങ്ങളെ നമ്മൾ പേടിയോടി കൂടി കാണുമ്പോഴാണ്. പണ്ട് കാലത്തൊക്കെ സ്കൂൾ പോകുന്ന കാലഘട്ടങ്ങളിൽ ഒരു പനി ഉണ്ടായാൽ 2 ദിവസം ലീവ് എടുക്കുക എന്നല്ലാതെ നമുക്കതിനെ കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ പനി വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് വരുമ്പോൾ കോള് വരും. അങ്ങനെയുണ്ട്, കുട്ടിക്ക് എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ കാണിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. പാരസെറ്റമോളും പല ഡോളോസും മറ്റുമൊക്കെ കഴിച്ച് നമുക്കതിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കും. മഴക്കാലത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലങ്ങളിൽ മാത്രമല്ല അസുഖങ്ങൾ ഉള്ളത്. എല്ലാ കാലങ്ങളിലും ആ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളെ സീസണൽ ചേഞ്ചിനനുസരിച്ച് നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ടുണ്ടാവും അല്ലേ? അസുഖം എന്ന് വെച്ചാൽ നമുക്ക് സുഖമില്ലാത്ത അവസ്ഥയ്ക്ക് അസുഖം എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ മഴക്കാലങ്ങളിൽ മാത്രമല്ല വേനൽക്കാലങ്ങളിലും സമ്മർ അതുപോലെ തന്നെ വിന്റർ വരുമ്പോഴും തണുപ്പ് കാലങ്ങളിലും ഒക്കെ നമുക്ക് അലർജി പ്രശ്നം അതുപോലെ തന്നെ മറ്റു പല ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്താണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരുപാട് അസുഖങ്ങളായിട്ട് വലിയ വലിയ മാരക അസുഖങ്ങളായിട്ടും പേടിപ്പെടുത്തുന്ന രീതിയിലും ചിത്രീകരിച്ചുകൊണ്ട് അതിനെ കാണാൻ തുടങ്ങിയത്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തൊന്ന് അത് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ജോലികളിലും സ്കൂളുകളിലും പോകാമെന്നല്ലാതെ നമുക്കതിനെ വലിയ ഭീതിയോ പേടിയോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് നമുക്ക് അറിയായിരുന്നു. ഇപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞത് നമ്മൾ മറന്നു നിൽക്കുകയാണ്. ഇപ്പൊ ഒരാൾക്ക് ജലദോഷം ഉണ്ടാവുകയാണെന്ന് കൂട്ടുക അല്ലെ? ജലദോഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ, നമ്മുടെ ഈ സൈനസ് ഏരിയയും ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ഹോൾ പോലെ ഒരു ഏരിയ ഉണ്ട്. ഹോളോ ആയിട്ടുള്ള ഇവിടെയൊക്കെ ഉണ്ട്. ഇതിനുള്ളിലൊക്കെ നമ്മൾ അസ്ഥി കൂടെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സ്കൾട്ടർ എടുത്ത് നോക്കിയാൽ ഉള്ളിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ സൈനസ് ഏരിയകളിലൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോഴും മറ്റുമായിട്ടുള്ള പൊടിപടലങ്ങളും മറ്റും കയറിയിരിക്കും. ഇത് ഒരു പരിധി വരെ ശരീരം നമ്മുടെ ഈ രോമകൂപങ്ങളോട് പ്രിവെന്റ് ചെയ്ത് നിർത്തും. പക്ഷെ അതിൽ നിൽക്കാത്തത് ശരീരം എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലൂടെ പോയിട്ട് ഈ ഏരിയയിൽ ഒരു ഗമ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് അത്. നമ്മൾ ഈ ഒരു ജലദോഷത്തിന് കഫം ഉണ്ടല്ലോ, ആ കഫമായിട്ടുള്ള ഏരിയയിൽ ഈ പൊടിപടലങ്ങൾ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അവിടെ ഒരു ദ്രവം ഉണ്ടല്ലോ, മൂക്കിലെ ദ്രവം, ആ ദ്രവത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പൊ ഈ ദ്രവത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എപ്പോഴും ശരീരം പുറന്തള്ളൂല. നമ്മൾ മൂക്കിലെ ഒരു വേസ്റ്റ് വരുന്നത് കണ്ടിട്ടില്ലേ? മൂക്കിലെ വേസ്റ്റ് അല്ലാതെ എപ്പോഴും ഉണ്ടാവുന്ന വേസ്റ്റ് മൂക്കെട്ടായിട്ടൊക്കെ ഉള്ളത്, അത് ഓക്കെ, അത് ശ്വസിക്കുന്ന അവസ്ഥയിൽ ശരീരം അവിടെ പിടിച്ചു വെക്കുന്നതാണ്. അതും കടന്നു പോകുന്നവയെ ശരീരം ഉള്ളിൽ പിടിച്ചു വെക്കുന്നുണ്ട്. ഈ പിടിച്ചു വെക്കുന്നത് ഒരു ഘട്ടം എത്തുമ്പോൾ ശരീരം എന്ത് ചെയ്യും? അതിനെ
പുറന്തള്ളേണ്ട ഒരു അവസരം എത്തി എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കഫത്തിൽ പൊതിഞ്ഞ് അതിനെ പുറന്തള്ളും. നമ്മളുണ്ടല്ലോ കിച്ചണിലൊക്കെ എന്തെങ്കിലും പൊടിവെള്ളങ്ങളോ ആ ഒരു ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലൊരു തുണി ഉപയോഗിച്ച് ഒപ്പിയെടുത്തിട്ട് അതിനെ കളയൂലേ? അതുപോലെ തന്നെയാണ് ഈ സംഭവം. ഈ ഒരു ജലദോഷം എന്ന് പറഞ്ഞാൽ ഉള്ളിലെ വേസ്റ്റുകളെ കംപ്ലീറ്റ് കഫത്തിൽ പൊതിഞ്ഞ് നമ്മളെ തുണിയാണത്. കഫത്തിൽ പൊതിഞ്ഞ് അതിനെന്ത് ചെയ്യും? വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് എന്ത്? ജലദോഷം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം നമ്മള്. ഇപ്പോൾ നമ്മള് കാറില് അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ്, കീബോർഡ് ഇതിലൊക്കെ പൊടി കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗമ്മി ആയിട്ടുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യും. എത്ര പേർക്ക് അറിയാം? ആ ജെല്ലി ആയിട്ടുള്ള സംഭവം യൂസ് ചെയ്യും ല്ലേ? അത് യൂസ് ചെയ്ത് അത് എന്നിട്ട് എല്ലോടത്തും ആക്കി കഴിഞ്ഞാല് എല്ലാ പൊടിപടലങ്ങളും ആ ജെല്ലായിട്ട് വരും. എന്നിട്ട് ആ ജെല്ല് എന്ത് ചെയ്യും? വൃത്തിയാക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിലെ പൊടിപടലങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗമ്മി ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യും ല്ലേ? ഇങ്ങനെ ഒപ്പി, ഒപ്പി, ഒപ്പി ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയിട്ടുണ്ടാവും. ബ്ലാക്ക് ഷർട്ടുകളിലൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ശരീരത്തിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗമ്മി ആയിട്ടുള്ള മൂക്കിലെ ദ്രവമൊക്കെ. അപ്പോൾ ഈ ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ശരീരം നമ്മളെ സഹായിക്കുക ചെയ്യുന്നത്. ശരീരത്തിനുള്ളിലെ പൊടിപടലങ്ങളൊക്കെ ഈ ഒരു മ്യൂക്കസിൽ പൊതിഞ്ഞ് ശരീരം എന്ത് ചെയ്യുക? പുറന്തള്ളുക ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുക? നമ്മളത് മനസ്സിലാക്കാതെ ശരീരം നമ്മളോട് ഉപദ്രവം ചെയ്യാണ് എന്ന പേരിൽ നമ്മളെന്ത് ചെയ്യും? പല മെഡിസിൻസും എടുത്ത് കഴിക്കും. പാരസെറ്റമോൾ ആണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ എന്ത് ചെയ്യും? പല മെഡിസിൻസും അതുപോലെ എടുത്ത് കഴിക്കും. എടുത്ത് കഴിച്ച് നമ്മളെന്ത് ചെയ്യും? അതിനെ ഒതുക്കാൻ ശ്രമിക്കും. ജലദോഷം അങ്ങോട്ട് മാറിയാൽ നമുക്ക് സമാധാനമാവും അല്ലേ? എങ്ങനെയാണ് ഈ ജലദോഷം മെഡിസിൻ കഴിക്കുമ്പോൾ മാറുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. ജലദോഷമാണ് നമുക്ക് ചിലപ്പോൾ മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ ജലദോഷം ഉണ്ടാവുന്നത് അവിടുന്ന് ശരിയായ രൂപത്തിൽ റിമൂവൽ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. മെഡിസിൻ കഴിച്ച് ഇതിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു നോക്കിയാൽ ശരിയായ രൂപത്തിൽ ആ ഒരു വേസ്റ്റ് അവിടെ ഒട്ടിപ്പിടിച്ച് അതിനെ അവിടെ ഡ്രൈ ആക്കി വെക്കും. നമ്മൾ മെഡിസിൻ കഴിക്കുന്നതോട് കൂടി ഉള്ളിലെ ഈ ഒരു ദ്രവം ഉണ്ടല്ലോ അത് ഡ്രൈ ആയി പോകും, ഉണങ്ങിപ്പോവും. ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുക? അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പൊടിപടലങ്ങൾ അവിടെ തന്നെ പറ്റി പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കും. പിന്നെ അടുത്ത വരുന്ന പൊടിപടലങ്ങളും മറ്റും അടുത്ത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓൾറെഡി ഉള്ള പൊടിപടലങ്ങളും മറ്റും എന്ത് ചെയ്യും? നേരെ നമ്മളെ ശ്വാസനാളത്തിലൂടെ ലങ്സിലോട്ട് ചെല്ലും. ശ്വാസനാളത്തിലൂടെ പോകുമ്പോഴൊക്കെ അവിടെ എന്ത് ചെയ്യും? ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് കഫമായിട്ടും ചുമയായിട്ടൊക്കെ ഉണ്ടാവും. ജലദോഷം നിർത്തിയാലേ അറിയാം ചിലപ്പോൾ ചുമയായിട്ട് വരും അത്. അതുപോലെ തന്നെ അത് വീണ്ടും വീണ്ടും നമ്മൾ മെഡിസിൻ കഴിച്ച് 2-3 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും? ഡ്രൈ ആയിപ്പോയി. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഈ പൊടിപടലങ്ങളും മറ്റും നേരെ എവിടെ എത്തും? ലങ്സിലെത്തും. നമ്മളെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അവിടെ കുറച്ചും കൂടി ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി പവറിലാണ് നിൽക്കുന്നത്. നമ്മളെ മെഡിസിൻ കൊണ്ടൊന്നും ചിലപ്പോൾ അതെന്ത് ചെയ്യും? അവിടെ അത് പ്രതിഫലിച്ചോളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ ആ ഒരു ഭാഗം അവിടെ ശരിയായ രൂപത്തിൽ പനിപ്പിച്ച് ആ പൊടിപടലങ്ങളെ നല്ല കഫത്തിൽ പൊതിഞ്ഞ് വീണ്ടും പുറത്തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് നല്ല പനിയും അസഹ്യമായ പ്രയാസം ഉണ്ടാവുന്നത്. നല്ലൊരു കനമുണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമോണിയ എന്ന് പറയുന്നത്. മനസ്സിലായോ ന്യൂമോണിയ എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മൾ ഈ ഒരു ശരീരത്തിന്റെ റിമൂവൽ പ്രോസസ് ആയിട്ടുള്ള ഈ ഒരു ജലദോഷത്തിനെ തടഞ്ഞതുകൊണ്ട് പിന്നെ ആ പൊടിപടലങ്ങൾ നേരെ ലങ്സിൽ എത്തിയത് കൊണ്ട് ഉണ്ടാകുന്ന സാധനമാണ് ന്യൂമോണിയ. ഇത് ഡോക്ടർമാർ ആരും നമുക്ക് പറഞ്ഞു തരില്ല. ജലദോഷത്തിന് മരുന്ന് കഴിച്ചാൽ അത് എടുത്ത് തരുന്നല്ലാതെ ഇത് കഴിച്ചാൽ ജലദോഷം മാറും. പക്ഷെ പിന്നെ ആ പൊടിപടലങ്ങൾ മൊത്തം ശരീരത്തിന്റെ ആ ഒരു കാവലാളുകളൊക്കെ പോയിട്ട് അതിനൊന്നും തടഞ്ഞു നിർത്താൻ പറ്റാതെ ഇത് എന്ത് ചെയ്യും? ലങ്സിലോട്ട് എത്തും. പിന്നെ ന്യൂമോണിയ ആവും. അതൊന്നും ആരും പറഞ്ഞില്ല. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിനുള്ള വേറെ ചികിത്സ. ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. അപ്പൊ ഉള്ള ഡൗട്ടൊക്കെ എന്ത് ചെയ്യും? ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ന്യൂമോണിയ വരുമ്പോൾ അതിന് വേണ്ടിയുള്ള ചികിത്സ നോക്കും. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഓരോന്ന് വരും. ന്യൂമോണിയ വരുമ്പോൾ എന്താണ്? പനി വരുമ്പോൾ അതിന് വെള്ളം ഡോളോ വെച്ച് അതിനെ ഒതുക്കും. അതിനെ ഒതുക്കുമ്പോൾ വീണ്ടും ആ പൊടിപടലങ്ങൾ അവിടെ തന്നെ കിടന്ന് അത് വീണ്ടും എന്ത് ചെയ്യും? അസഹ്യമായ ബുദ്ധിമുട്ടിലെത്തും. ചിലപ്പോൾ അപ്പോൾ ആ മെഡിസിന്റെ സൈഡ് എഫക്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഒരു പ്രയാസമില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആ പ്രയാസം ഉണ്ടാകും. കാരണം ആ വേസ്റ്റ് പോയല്ലേ പറ്റൂ. അല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഒരുപാട് അതിനെ ഒതുക്കി കഴിഞ്ഞാൽ ശരീരം അതിനെ ഒരു പൊതിഞ്ഞ് ഒരു ഭാഗത്തേക്ക് ആക്കി സൂക്ഷിക്കും. ഓക്കെ, അതൊക്കെ വലിയ ടോപ്പിക്കാണ്. നമുക്ക് ആ സൂക്ഷിക്കുന്നതിലൊക്കെ പിന്നീട് പോവാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പൊടിപടലങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അതിനെ ഉള്ളോട്ട് എത്തിക്കഴിഞ്ഞാൽ, മെഡിസിൻ കഴിച്ച് ഉള്ളോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ കണ്ടുവരും. പുതിയ പുതിയ പ്രയാസങ്ങൾ കണ്ടുവരും. ഇപ്പോൾ ഒരാൾക്ക് ജലദോഷം ഉണ്ടായി കഴിഞ്ഞിട്ട് അദ്ദേഹം
ആ ഒരു മെഡിസിൻ ഒന്നും കഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇത് ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകുന്നുള്ളൂ. ആ ഒലിച്ചൊലിച്ച് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഓക്കെ ശരിയാവും. അത് മറ്റു മാരക അസുഖങ്ങളിലേക്ക് എത്തുന്നില്ല. ന്യൂമോണിയ ഒക്കെ കണ്ടു തുടങ്ങിയത് മെഡിസിൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ്. കാരണം എന്താ വെച്ചാല് ഇത് ഉള്ളോട്ട് കടക്കണമെങ്കിൽ മെഡിസിൻ വേണം. മെഡിസിൻ ഉണ്ടെങ്കിലേ ഈ ഒരു വേസ്റ്റ് ഉള്ളോട്ട് പോവുള്ളൂ. അല്ലാതെ ശരീരം ഒരു കാരണവശാലും ഈ ഒരു വേസ്റ്റിനെ, ഈ ഒരു പൊടിപടലങ്ങൾ ഉള്ളോട്ട് കടത്തി വിടൂല. ഇനി നമ്മൾ മഴ കൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജലദോഷം, പനി, തുമ്മൽ ഇതൊക്കെ ഉണ്ടാവുന്നത്? മനസ്സിലാക്കണം നമ്മൾ. നമ്മൾ ആദ്യം മഴ കൊള്ളുമ്പോൾ ശരീരത്തിൽ തലയിലൊക്കെ മഴവെള്ളം എത്തിച്ചേരുമ്പോൾ ആ ഒരു ഭാഗത്ത് ശരീരത്തിന് കൂടുതൽ എനർജി കിട്ടുക ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഉള്ള പൊടിപടലങ്ങളും മറ്റും പുറന്തള്ളണമെങ്കിൽ ശരീരത്തിന് ഒരു എനർജി വേണം. ആ എനർജി നമുക്ക് മഴ കൊള്ളുമ്പോൾ സമയത്ത് ഫസ്റ്റ് മഴയൊക്കെ കൊള്ളുമ്പോൾ അത് കിട്ടും. ആ കിട്ടുന്ന സമയത്ത് ശരീരം ആ എനർജി യൂസ് ചെയ്ത് ശരീരം എന്ത് ചെയ്യും, ഇവിടുത്തെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ശരീരം അവിടുത്തെ ആ ഒരു വേസ്റ്റ് ഒക്കെ ജലദോഷമാക്കി കളയുകയാണ്. അതിന് എനർജി കിട്ടിയ എവിടുന്നാണ്? മഴ കൊണ്ടപ്പോഴാണ്. മഴ കൊണ്ടപ്പോഴാണ് ആ വേസ്റ്റ് ഒക്കെ പോയത്. മഴ അവിടെ ഒരു മരുന്നായിട്ട് പ്രയോഗിച്ചാ ചെയ്തത്. ആ മെഡിസിൻ ആയിട്ട് മഴ ആണ് ആക്ട് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യും, മഴ കൊണ്ടപ്പോ ശരീരം ക്ലീൻ ആയതാ ചെയ്തത്. മനസ്സിലായോ? നമ്മൾ ഒരു കാലാവസ്ഥയിൽ നിന്ന് അടുത്ത കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരീരം മൊത്തം എന്ത് ചെയ്യും, ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും ശരീരം. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഒരു കാലാവസ്ഥ മാറുമ്പോൾ അടുത്ത കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതിന് നമ്മൾ ഇടങ്ങേറായി, എന്താ ഇപ്പൊ എന്റെ കുട്ടിക്ക് പറ്റിയത്, ഞാൻ ഒന്ന് കാണിക്കട്ടെ, ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ഒക്കെ അല്ലേ. ഇപ്പൊ ആളുകൾക്ക് അതാണ്, വഴി ഒന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു നാണക്കേടാണ്. അതൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മളെ കുട്ടികളെയും നമ്മളെ ശരീരത്തിനെയൊക്കെ പരിഗണിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇത് എന്റെ ശരീരം എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ ഗുണമാണ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ മെഡിസിൻ കഴിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ സ്വയം ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുകയാണ് അവർ ചെയ്യുക. നമ്മളെ വീട്ടില് കുറച്ച് വേസ്റ്റ് ഉണ്ട് വീട്ടിൽ കുറച്ച് വേസ്റ്റുകൾ ഉണ്ട്, കുറച്ചായിട്ട് വളർന്നതാണ്. അതൊരാൾ വൃത്തിയാക്കാൻ വന്നപ്പോൾ അയാളെ നമ്മൾ ആട്ടി പയപ്പിച്ച് എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മൾ അത് വൃത്തിയാക്കാണ്, അപ്പൊ ഒരാൾ ഒന്ന് പറയും വൃത്തിയാക്കാനൊന്നും പാടില്ല, അത് അവിടെ തന്നെ കിടന്നോണ്ട് ഉണ്ടാവും. ആ വേസ്റ്റ് അവിടെ കുമിഞ്ഞുകൂടി പിന്നെ ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുപോലെയാണ് ശരീരം അതിന്റെ വേസ്റ്റിനെ പുറന്തള്ളാൻ വേണ്ടി കഫവും പനിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അതിനൊന്നും സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ കഴിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മനസ്സിലാക്കുക, നമ്മൾ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ഒക്കെ ശരിയായ രീതിയിൽ ആ ശരീരത്തിന് അനുയോജ്യമായി എന്താണോ ശരീരം പറയുന്നത് അതിനനുസരിച്ച് നിന്ന് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ആ വേസ്റ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, ജലദോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? എന്തുകൊണ്ടാണ് ജലദോഷം ടേസ്റ്റ് ഇല്ലാത്തത്? ജലദോഷം ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കണ്ട എന്നുള്ള ഒരു അറിയിപ്പാണത്. കാരണം അവിടെ ഐസ് ലെവലിൽ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദഹിപ്പിക്കുക എന്നുള്ള ഒരു വർക്ക് കൂടി ഏറ്റെടുക്കാനുള്ള എനർജി ശരീരത്തിനില്ല. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് ഡിലേ വരും. ഇത് ഡിലേ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഈ ജലദോഷം 2-3 ദിവസം 4 ദിവസം ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കും. നേരെ മറിച്ച് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ നല്ല വിശപ്പ് വരെ വെയിറ്റ് ചെയ്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ശരീരം എന്ത് ചെയ്യും, കൂടുതൽ എനർജി എടുത്ത് ഈ ഭാഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തി ഈ ജലദോഷവും ഈ പൊടിപടലവും മറ്റും പെട്ടെന്ന് തന്നെ ഒഴിവാക്കും. ഒരു ദിവസം കൊണ്ടൊക്കെ ജലദോഷം മാറും. എങ്ങനെ? കംപ്ലീറ്റ് ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ. മനസ്സിലാക്കണം, ഒരു ദിവസം കൊണ്ട് പനി മാറും. എങ്ങനെ? കംപ്ലീറ്റ് ശരീരം അപ്പൊ പറയും. പനി വരുമ്പോ ഒക്കെ വായിൽ കയ്പ്പ് വരില്ല, എന്നിട്ട് നമ്മൾ കഴിക്കരുത് എന്നുള്ള ഇൻഫർമേഷൻ ആണത്. ശരീരം നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു തരുന്നത്, നമ്മളാണ് അത് തിരിച്ചറിയാതെ പോകുന്നത്. പനിയിലോട്ട് വരാം. അപ്പൊ ഈ ജലദോഷം തന്നെ നമുക്ക് ഇപ്പൊ മനസ്സിലായോ ജലദോഷം എന്താണ് എന്നുള്ളത്? മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ ജലദോഷം കഫവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ രോഗം വരൂ, മറ്റൊരു കാര്യമാണത്, രോഗം വരോ എന്ന് ചിന്തിച്ച് മഴ കൊണ്ടാല് രോഗം വരും. നമ്മളെ ചിന്തക്കും ഇവിടെ വലിയ സ്വാധീനമുണ്ട്. നമ്മൾ മഴക്കാലം വരുമ്പോ തന്നെ രോഗം വരും, പഠിച്ചോൻ രോഗം വരുമോ അതിനെ ഭയന്ന് നിന്നാല് രോഗം വരും. നമ്മൾ ഒരു കാര്യം ഇന്റൻസിറ്റി ആയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 21 ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വരും. ഇപ്പൊ ഒരാള് ഹോസ്പിറ്റലിൽ പോയി അയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ വെറുതെ പറഞ്ഞു, ഒരു 21 അല്ലെങ്കിൽ ഒരു 40 ദിവസം കൊണ്ട് ഒരു ക്യാൻസർ വരും. കാരണം അയാൾ പിന്നെ അതിമ ചിന്തിച്ച് അങ്ങനെ നടക്കുക ചെയ്യാം. അപ്പൊ നമ്മളെ ചിന്തക്ക് അസുഖങ്ങളും ശരീരവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അസുഖം എന്നുള്ള നിലക്ക് മഴയെ കാണാതിരിക്കുക. ഈ സെയിം മഴ തന്നെ നമ്മളെ ഭൂമിയിലേക്ക് വന്ന് അത് താഴ്ന്ന് നമ്മളെ കിണറിലോട്ടെത്തി
അവിടുന്ന് നമ്മൾ മോട്ടർ അടിച്ച് കുറെ പ്രോസസ്സിങ്ങിലൂടെ ടാങ്കിലെത്തി. അവിടുന്ന് നമ്മൾ ഷവർ തുറന്ന് കുളിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്, നമ്മൾ വൃത്തിയാവാൻ വേണ്ടി കുളിക്കുകയാണ്. ആ ഉദ്ദേശശുദ്ധി നോക്കണം നമ്മളെ. നമ്മൾ വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെള്ളം തലയിൽ വീഴുന്നതും ഉരച്ച് കഴിക്കുന്നതും ഒക്കെ വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. നേരെ കുറച്ച് മഴ കൊള്ളുമ്പോഴോ അസുഖം വരുമോ? ഇനിയിപ്പോ അറിയാതെ നമ്മൾ ബൈക്ക് പോയി വരെ കുട എടുത്തിട്ടില്ല, മഴ പെയ്യുന്നു, മഴ കൊണ്ടു, ആ പേടിച്ച് ഓടുമ്പോഴൊക്കെ എന്താ അവസ്ഥ? പക്ഷേ മഴ കൊണ്ടല്ലേ, ഇനിയിപ്പോ മഴ കൊണ്ടതിന് പേരിൽ പനി വരുമോ, ജലദോഷം വരുമോ? നമ്മളെ മാതാപിതാക്കൾക്കും ഇതിൽ വലിയ പങ്കുണ്ട് കേട്ടോ. ഈ മാതാവും കുട്ടിയും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഈ മാതാവ് കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ, അവലാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടാവും. കുട്ടിയും മാതാവും തമ്മിൽ നല്ല ബന്ധമുണ്ട് പറയാൻ കാരണം എന്താണ്? മഴ എപ്പോഴും എന്ത് ചെയ്യാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞില്ലേ, ഞാനിപ്പോ ക്ലിനിക്കിൽ നിന്ന് പോകുമ്പോൾ മഴ കൊണ്ടങ്ങ് പോകും. കോട്ടൊക്കെ എടുത്ത് മടക്കി വെക്കും, മഴ കൊണ്ടങ്ങോട്ട് പോകും. മഴ കൊള്ളാൻ തീരുമാനിച്ചൊന്ന് മഴ കൊണ്ടുപോക്കി, നല്ല രസമാണ്. അതായത് നമ്മളെ ഫ്രഷ് വാട്ടറാണ് മുകളിൽ നിന്ന് വരുന്നത്. ഇത് ഭൂമിയുടെ അടിയിൽ പോയാലും ഫ്രഷ് ആവും, പറ കാര്യം. നമ്മൾ ടാങ്കിലോട്ട് അടിച്ച് നമ്മളെ ചളിയുള്ള ടാങ്കൊക്കെ ആയിട്ട് അതിൽ വരുന്ന വെള്ളം ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാവും അല്ലേ? അപ്പൊ നമ്മളെ ഉദ്ദേശശുദ്ധി ഇവിടെ എപ്പോഴും ഏത് രീതിയിലും ശ്രദ്ധിക്കുക. ഞാനിപ്പോ മഴയും പനിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞത് മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മളെ ഉദ്ദേശശുദ്ധി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അസുഖം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലോ എന്തെങ്കിലും ആവശ്യം, ഇത് പേടിച്ചോണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. ഇപ്പോ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയിൽ ഷുഗർ പേഷ്യൻസിന് നിങ്ങൾക്ക് മധുരം കഴിക്കാം, തേന് കഴിക്കാം, തേൻ നിർബന്ധമായും കഴിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അവരെന്ത് ചെയ്യും? അത്രയും കാലം എന്താ കട്ട് കഴിക്കുക, എന്തെങ്കിലും ആരുമില്ലാത്ത സമയത്ത് മധുരം കട്ട് കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക, ഇതൊക്കെ ഉണ്ടാവുക. അപ്പോഴൊക്കെ അവരുടെ ഇമോഷൻ എന്താണ്? അതൊരു പേടിച്ച കഴിക്കുന്നത്. അപ്പൊ ആ പേടി അവരുടെ ശരീരത്തിലും ആ ബോഡിയിലും ആരോഗ്യത്തിലും ഒക്കെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും മൈൻഡ്ഫുൾനെസ്സോട് കൂടി അത് ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുക. ആ പോസിറ്റിവിറ്റി അതിലെ വിഷാംശം പോലും നശിപ്പിച്ച് കളയുന്നുള്ളതാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉമിനീര് ലയിപ്പിച്ച് കഴിക്കുക. ഇപ്പോൾ നമ്മൾ പലപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം ശരിക്കും ഒന്ന് എടുത്ത്, തിളപ്പിച്ചാറിയ വെള്ളം ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലെ മുന്നിലുള്ള ഒരു ചെടി, മഴ കൊള്ളാത്ത ഒരു ചെടിച്ചട്ടി മാറ്റി വെക്കുക, അത് ഒഴിച്ചു കൊടുത്ത് വെക്കുക. 3 ദിവസം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ചെടിന്റെ ജീവനൊക്കെ പോയി അത് വാടി തുടങ്ങും. ആ ചെടിയുടെ ഒരു കൂവത്ത്, ആ ചെടിയുടെ ഒരു എന്താ പറയാ കഴിവനുസരിച്ച് ഇരിക്കും. അത് നേരെ ബാക്ക്വേർഡ് ആയിട്ടാ പോവാ, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ തന്നെ. പച്ചവെള്ളം ഒഴിച്ചാലേ അതിനൊരു ജീവനുള്ളൂ, എനർജി ഉള്ളൂ. പച്ചവെള്ളത്തിനാണ് എനർജി ഉള്ളത്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നല്ല ചുണ്ടൊക്കെ നനച്ച് കുടിക്കുമ്പോൾ ഒരു ലൈറ്റ് ഫോം ഓഫ് എനർജി അതിൽ ഫീൽ ചെയ്യാം. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അത് കുടിക്കലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതാണ് അസുഖം മാറാനൊക്കെ സഹായിക്കുന്നത്. നമുക്ക് എവിടെ മിസ്റ്റേക്ക് വരുന്നത് ചിലപ്പോൾ ഒറ്റയടിക്ക് കുടിക്കുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് നേരം വായിൽ വെച്ച് ഉമിനീര് ലയിപ്പിക്കുന്നതോട് കൂടി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ശരീരത്തിന് അനുയോജ്യമാക്കി എടുക്കും. ശരീരത്തിന് അനുയോജ്യമാക്കി എടുക്കും. ശരീരത്തിന് പറ്റാത്തത് ഉണ്ടെങ്കിൽ ശരീരം അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. നിങ്ങളൊരു പറ്റാത്തൊരു വെള്ളം കുടിച്ചു നോക്കി, തുപ്പാൻ തോന്നുന്നത് പെട്ടെന്ന് തുപ്പിക്കളയും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മൈൻഡ്ഫുൾനെസ്സോട് കൂടി നല്ല രീതിയിൽ അത് കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അസുഖം വരാൻ കാരണമാക്കുന്നത് വെള്ളം ഓവർ കുടിക്കുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ദാഹം വല്ലാതെ ഉണ്ടാവില്ല അല്ലേ? ദാഹം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തേക്ക് എത്തിയപ്പോൾ അപ്പൊ കുടിച്ച ശീലത്തിൽ ഇപ്പത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചാലിച്ചു വെക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ വെള്ളം കുടിച്ചിരുന്നു, കുറെ ദാഹം ഉണ്ടായതുകൊണ്ടാണ് കുറെ വെള്ളം കുടിച്ചത്. അതേ ശീലം മഴക്കാലത്ത് നമ്മൾ വെറുതെ എടുത്ത് വെള്ളം കുടിക്കുക. മഴക്കാലത്ത് നമുക്ക് വെള്ളം വളരെ കുറച്ച് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ആവശ്യമില്ലാതെ ദാഹമില്ലാതെ കുറച്ച് വെള്ളം കുടിച്ചാൽ വരെ മഴക്കാലത്ത് നല്ല ഓവറാവും. മനസ്സിലാക്കുക, നമ്മൾ വെള്ളം കുറേ കുടിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാതെ ഉണ്ടാവുന്ന അസുഖങ്ങളെക്കാൾ കൂടുതൽ അസുഖങ്ങളാണ് വെള്ളം ഒരുപാട് കുടിച്ചാൽ ഉണ്ടാവുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ പറയില്ലേ, വെള്ളം കുടിച്ചിട്ടില്ലേ അസുഖങ്ങൾ ഉണ്ടാകും, മൂത്രക്കടച്ചിൽ, മൂത്രപ്പൈപ്പ് ഉണ്ടാവുന്നൊക്കെ. പക്ഷെ ഇപ്പം മൂത്രക്കടച്ചിൽ, മൂത്രപ്പൈപ്പ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ടാണ്. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. അത് കൂടും ചെയ്ത് കുറയും ചെയ്യരുത്. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മുടെ ശരീരത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, ദാഹം എന്നുള്ളത്.
അപ്പൊ നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ദാഹത്തിനനുസരിച്ച് മാത്രം അല്പം വെള്ളം കുടിക്കുക. ഏത് വേണം തോന്നുകയാണെങ്കിൽ പിന്നെ കുടിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറയാറുള്ളത് എൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാ വെച്ചാല്, ആദ്യം നിങ്ങൾക്ക് ദാഹം തോന്നുന്ന സമയത്ത് ഗ്ലാസ് എടുത്ത് ചുണ്ടൊക്കെ നനച്ച് അല്പം വെള്ളം ഊന്ന് കവിള് കൊണ്ടിട്ട് എല്ലായിടത്തും എത്തിച്ച് മെല്ലെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ദാഹം മാറിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, കൂടുതലും അപ്പം തന്നെ ദാഹം മാറും. മാറിയിട്ടില്ല തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത സിപ്പ് എടുക്കുക. അതും അതുപോലെ മെല്ലെ 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 ഇറക്കി കൊടുക്കുക. വീണ്ടും ദാഹം മാറിയില്ലേ മൂന്നാമത്തെ എടുക്കുക. പിന്നെ ദാഹം ഉണ്ടെങ്കിലും നാലാമത്തിലോട്ട് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺട്രോൾ വരാനും നിങ്ങൾക്ക് അത് കൂടുതൽ വെള്ളത്തിന്റെ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനും ഈ ശീലം നിങ്ങളെ സഹായിക്കും. ഇപ്പോ 3 മുറുക്ക് കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളമല്ല ശരീരത്തിന്റെ ആവശ്യം. ശരീരത്തിന് വെള്ളം മാത്രമല്ല, വെള്ളത്തിന് മാത്രമല്ല ദാഹിക്കുക. വേറൊരു കാര്യം, ചുണ്ട്, മോണ, അതുപോലെ തന്നെ നമ്മളെ നാക്ക്, വായിലെ പല ഭാഗങ്ങൾ, ഇവിടൊക്കെ ദാഹമുണ്ട്. അതൊക്കെ പരിഗണിച്ച് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ദാഹം മാറില്ല. മറ്റൊരു കാര്യം, നമുക്ക് വെള്ളം മാത്രമല്ല ഉമിനീര് കൂടി ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ ഉമിനീര് എത്താൻ വേണ്ടിയിട്ട് ശരീരം ദാഹിപ്പിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയടി വെള്ളം കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ശരീരം എന്താ സംഭവിച്ചു, ഞാൻ ചോദിച്ചത് എന്താ, എനിക്ക് കിട്ടിയത് എന്താ എന്ന കോലത്തിലായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഉമിനീര് ലയിപ്പിച്ച് സാവധാനം 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 വെള്ളം കുടിക്കുക. പണ്ട് പള്ളിയിലൊക്കെ മോട്ടറിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം ഒക്കെ പാടൊക്കെ മുത്തരുത്. നമ്മള് മനുഷ്യനാണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ശരീരത്തിന് പല സിസ്റ്റങ്ങളും വർക്ക് ചെയ്യാനുണ്ട്, അതിനൊക്കെ പരിഗണിക്കുക. നമ്മൾ ചുണ്ടൊക്കെ നനച്ച് വെള്ളം കുടിക്കുമ്പോഴേ ശരിക്ക് ബ്രെയിനിലേക്കൊക്കെ ഇതിന്റെ ആ ഒരു ഫംഗ്ഷൻ ശരിക്ക് വർക്ക് ചെയ്യുക, ആ സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ. ഇതൊക്കെ നമുക്ക് അസുഖങ്ങളില്ലാതെ അധികം പ്രായം തോന്നിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ ഈ ശീലങ്ങൾ സഹായിക്കും. 10-30 വയസ്സാകുമ്പോൾ തന്നെ 60 വയസ്സായ പോലെ തോന്നൂല്ലേ? അതില്ലാതെ നമുക്ക് നല്ലൊരു യങ് ആയി എടുക്കാൻ ഈ ശീലങ്ങളൊക്കെ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അപ്പൊ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്നതല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ അവർക്ക് ഈ സമയത്ത് പനിയും ബുദ്ധിമുട്ടും ഉണ്ടാവും. സാഹചര്യം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ശരീരത്തിൽ സംഭവിക്കും. ഇപ്പൊ ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കനുസരിച്ച് വരെ അവർക്ക് പനി സ്വാധീനിക്കുന്നുണ്ട്. നല്ലൊരു പനി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി, അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്റ്റിമുലേഷൻ, അവരുടെ പഠനത്തിലുള്ള കഴിവ്, ഇതൊക്കെ കൂടുന്നുണ്ട്. നല്ലൊരു പനി പ്രോപ്പറായി പനിച്ച് തീർന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, പനിക്കുമ്പോൾ തന്നെ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ മൊത്തം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുട്ടി പഠിക്കുന്നില്ല, കുട്ടി വാശി കാണിക്കുകയാണ്, കുട്ടി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിക്ക് എപ്പോഴും അസുഖമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും, ഒരു പനി ആ സീസൺ മാറുമ്പോൾ കൊടുത്തിരുന്നു. അത് നമ്മളായിട്ട് എന്ത് ചെയ്തു, മെഡിസിൻ കൊടുത്ത് തന്നെ ഒതുക്കിയാണ് ചെയ്തത്. പനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, ശരിയായ രീതിയിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. പനിക്കുമ്പോൾ പനിയുള്ള സാധ്യത ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം അവിടെ അലൗഡ് അല്ല. ശരീരത്തിനൊരു ഹൈ എനർജിയാണ് അവിടെ ആവശ്യം, ശരീരത്തിന് ആ ഒരു മെയിൻ്റെനൻസ്, ആ ഒരു പനി പൂർത്തിയാക്കാൻ. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ആണ് വിട്ടു കൊടുക്കണം. പനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണമൊന്നും വേണ്ടിയില്ല. പനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെൻസ് കിട്ടും, ആ ഭക്ഷണമൊന്നും വേണ്ട, വിശപ്പൊന്നും ഇല്ല എന്നുള്ളത്. എങ്കിലും നമ്മൾ എന്തെങ്കിലും കഴിക്കും അല്ലേ? അങ്ങനെ കഴിക്കുമ്പോഴാണ്, രണ്ടാമതായിട്ട് പനിച്ച് വേണ്ടാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരത്തിൽ വായിൽ കയ്പ്പ് വരിക. വായിൽ കയ്പ്പ് ആദ്യമൊന്നും വരില്ല. നമ്മൾ വിശപ്പില്ലാതെ പനിയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വായിൽ കയ്പ്പ് വരിക. എന്തുകൊണ്ടാണ് കയ്പ്പ് വരുന്നത്? ശരീരം പറയാണ്, ഞാൻ വിശപ്പില്ലാതിരുന്നിട്ടൊന്നും ഇവൻ കേൾക്കുന്നില്ല, വീണ്ടും ഭക്ഷണം കഴിക്കണം. അപ്പൊ ശരീരം കഴിക്കാതെ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ശരീരത്തിൽ വായിൽ കയ്പ്പിട്ട് തരിക ചെയ്യുന്നത്. ആ കയ്പ്പിട്ട് തന്നാൽ ഇവന് ഭക്ഷണം, ചിക്കനായാലും മീൻ പൊരിച്ചായാലും ഒന്നും അവന് കഴിക്കാൻ കഴിയില്ല. എത്ര നല്ല ഫുഡ് ഉണ്ടെങ്കിലും കഴിക്കാൻ കഴിയില്ല, കാരണം അതിനെ കയ്പ്പയിക്കും. അത് ഒഴിവാക്കാണ്ട് കഴിക്കാതിരിക്കാൻ ശരീരത്തിന്റെ ദഹനം അവിടെ വർക്ക് ചെയ്യരുത്. കാരണം ദഹനത്തിന്റെ ഊർജ്ജം കൂടി കൂട്ടിയിട്ടാണ് ശരീരം പനിപ്പിക്കുന്നത്. അപ്പൊ ദഹനം അവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ പനിക്ക് കിട്ടുന്ന ഊർജ്ജം കുറയും. അപ്പൊ പനി എന്ത് ചെയ്യും, 3 ദിവസം ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കും. ചിലപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ പനി അങ്ങോട്ട് പോവുകയും ചെയ്യും. ചിലർ പറയാറില്ലേ, നമുക്ക് പനി വരുമ്പോൾ നന്നായിട്ട് പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ നല്ലൊരു മന്തിയൊക്കെ കഴിച്ചാൽ പനി പോകുന്നു. അതെന്തുകൊണ്ടാണ് പോകുന്നത്? പനി മാറുകയല്ലേ ചെയ്യുന്നത്. അവിടെ ഡൈജഷൻ നന്നായിട്ട് നടക്കേണ്ട എനർജി അവിടെ ആവശ്യം ഉണ്ടായപ്പോൾ പനി തൽക്കാലം നിർത്തിവെക്കും. ശരീരത്തിന്റെ മെയിൻ്റെനൻസ് നിർത്തി വെച്ചിട്ട് ശരീരം ദഹനം നടത്തുക ചെയ്യുന്നത്. പലരും ഭയങ്കര കാര്യത്തിലാണ് പറയാം, നന്നായി പൊറോട്ട കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, പനിയൊക്കെ മാറിക്കോളും, പനീന്റെ വൈക്ക് പോകുമെന്ന് പറയും. അതിൽ അത് ദഹിപ്പിക്കാനുള്ള ഊർജ്ജം ശരീരം പനിപ്പിക്കാനുള്ള ഊർജ്ജത്തിൽ നിന്നൊക്കെ എടുക്കുക ചെയ്യുന്നത്. അപ്പൊ ശരിയായ രൂപത്തിൽ ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ നന്നായിട്ട് പ്രോപ്പർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ അക്യുപഞ്ചർ പഠന സമയത്ത് എനിക്ക് പിന്നെ ഒരു പനി വന്നു. ആദ്യം പനി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിനിക്കിൽ പോയി. അവിടെ നമ്മളെ റൂമിൽ മിണ്ടാതെ കിടന്നു, ഒരു മൂലയിൽ പോയിട്ട് കിടന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയാത്ത വിധത്തിൽ ഒരു സൗണ്ട് ഉണ്ടാക്കാതെ മിണ്ടാതെ കിടന്നു.
അങ്ങനെ അപ്പോൾ രാവിലെ ഉണ്ടായ പനി എനിക്ക് വൈകുന്നേരം ആയപ്പോഴേക്ക് കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ ആദ്യത്തേക്കാൾ ഉഷാറായി. അത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. അപ്പോൾ ഒരു പനി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തേക്കാൾ ഉഷാറാവും. എങ്ങനെ? നമ്മളെ വീട് നമ്മൾ പെരുന്നാക്കും അതുപോലെ തന്നെ ഈ നോമ്പിന് മുമ്പൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ വീടൊന്ന് ഉഷാറാവില്ലേ? അതുപോലെ ആ വൃത്തിയായ ശരീരം പിന്നെ ഒന്ന് ഉഷാറായിരിക്കും. ചിന്തിക്കാനും നമ്മൾ പ്രവർത്തിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു ശരീരമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അന്ന് എനിക്ക് എന്ത് ചെയ്തു? ആ വൈകുന്നേരം പനിയൊക്കെ മാറി കംപ്ലീറ്റ് മാറി ഓക്കെ ആയി. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും കുറച്ച് കാലത്തിന് ശേഷം പിന്നെ ഒരിക്കലും എനിക്ക് പനി ഉണ്ടായ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ക്ലിനിക്കിൽ സെയിം സ്ഥലത്ത് പോയിട്ട് സെയിം രീതിയിൽ കിടന്നു. അങ്ങനെ കിടന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഉച്ച സമയമായപ്പോൾ എനിക്ക് ഏകദേശം അങ്ങനെ ഒരു മാറി തുടങ്ങുന്ന രീതി തോന്നും. അങ്ങനെ ഉച്ച സമയത്ത് അവിടെ ഒരു പാർട്ടി, ഒരു ബർത്ത്ഡേ പാർട്ടി. ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ അവര് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഒരു ചെറിയ പീസ് കേക്ക് നിർബന്ധിച്ച് കൊണ്ടുതന്നു. അത് കഴിച്ചേ പറ്റൂ. ഏതൊരു നിർവാഹവും ഇല്ലാന്ന്. ഞാൻ എന്ത് ചെയ്തു? എനിക്കാവുന്നില്ല. പക്ഷെ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചാൽ എനിക്ക് ഓർമ്മയുള്ളൂ. ആ പനി എനിക്ക് ശരിക്കും 3 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഹൈ ലെവലിൽ പണി നടന്നുകൊണ്ടിരിക്കുക. പനി എന്നുള്ള രീതിയിൽ ശരീരത്തിൽ ഒരു ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ദഹനം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സ്റ്റോപ്പ് ചെയ്ത് വെച്ച സമയത്ത് ഒന്ന് ചെറുത് ചെന്നപ്പോൾ തന്നെ ദഹനം സ്റ്റാർട്ടായി. ദഹനം സ്റ്റാർട്ടായപ്പോൾ ദഹിപ്പിക്കാൻ ഊർജ്ജം ഇവിടുന്ന് വലിക്കും. അപ്പൊ പനിപ്പിക്കാനുള്ള ഊർജ്ജം അവിടെ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ പനി നീണ്ടു നിൽക്കും. ഇവിടെ എങ്ങനെ? നമ്മളൊരു റോഡ് പണി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡ് പണി നടക്കുമ്പോൾ എല്ലാവരും ബ്ലോക്ക് ചെയ്യൂലേ? റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, ഇതിലൂടെ പോകാൻ പറ്റില്ല, വേറെ വഴിക്ക് പോയിക്കോളൂ പറയും. അപ്പോൾ ആ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പണിക്കാർ സ്ട്രോങ് ആയി പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുത്തം വന്നിട്ട് അത് നിങ്ങൾക്ക് അറിയണ്ട, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അതിലൂടെ പോയി കഴിഞ്ഞാൽ ആ പണിക്കാർ രണ്ടാം പണി എടുക്കേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരേണ്ട റോഡ് 2 ദിവസം 3 ദിവസം കൊണ്ട് തീർക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ പനി വരുമ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതില്ല. വീട്ടിൽ എന്ത് ചെയ്യുക? റെസ്റ്റ് എടുക്കാൻ പറയാ, മെഡിസിൻ കൊടുക്കരുത്, ഭക്ഷണം ഒഴിവാക്കുക. ഇനി അവർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തേന് കൊടുക്കാം. തേൻ ഡൈജസ്റ്റഡ് ഫുഡാണ്. ഡൈജഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് തേനീച്ചയിൽ നിന്ന് വരുന്നത്. നമുക്കത് വലിയ ഡൈജഷൻ ഉണ്ടെങ്കിൽ കൂടി വലിയൊരു ഡൈജഷൻ നമുക്കില്ല. അപ്പൊ തേൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ ചോദിക്കുകയാണ്, എന്തെങ്കിലും കുട്ടികളല്ലേ എന്തെങ്കിലും ചോദിക്കുകയാണ്, വാശി പിടിക്കുകയാണെങ്കിൽ തേന് കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ പനി മാറി കഴിഞ്ഞിട്ട്, പനി മാറി അവനൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ ശേഷം അവന് ഫസ്റ്റ് ഫുഡ് എപ്പോഴും ഫ്രൂട്ട്സ് ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് ആ പനി മാറി ശരീരം ഒന്ന് ക്ലീൻ ആയതല്ലേ. പിന്നെ തന്നെ വേവിച്ച ഭക്ഷണം, കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വീട്ടില് പനിയുള്ള കുട്ടികളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. നേരത്തെ ആരോ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ജലദോഷം പിടിച്ചാലേ ഭയങ്കര തുമ്മലും മൂക്കുന്ന് കുറെ പോരും. അത് ഞാൻ ഗുളിക കുടിക്കാതെ കൊണ്ടുവന്നു. പിന്നെ പിറ്റേ ദിവസം ചെവിയുടെ അമ്പർച്ച പിന്നെ ഒന്നിനും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമുക്ക് ജലദോഷം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഗുളിക കുടിക്കാതെ മരുന്ന് കഴിക്കാതെ കൊണ്ട് നടന്നിട്ട് അത് വലിയ പ്രശ്നത്തിലോട്ട് എത്തൂല. അതെന്ത് ചെയ്യും? കുറച്ച് കാലം എടുക്കും മാറാൻ. കുറച്ച് കാലം എടുക്കും. അത് എന്തുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നത് മാറാൻ? നമ്മൾ ഈ ജലദോഷം ഉണ്ടാവുന്ന സമയം ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട്. നമ്മൾ ഈ ജലദോഷം ഈ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് വിശപ്പ് ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കിട്ടും, കംപ്ലീറ്റ് ഒഴിവാക്കി കിട്ടും. ഒരു ഭക്ഷണം കഴിക്കരുത്. കാരണം വിശപ്പ് ഉണ്ടാവില്ല. വിശപ്പ് ഉണ്ടെങ്കിൽ കഴിച്ചോളി, നോ പ്രോബ്ലം. വിശപ്പ് തന്നെ ആവണം. വിശപ്പ് വന്നിട്ട് ഒരു അരമണിക്കൂർ കാത്തു നോക്കാം, ഈ വിശപ്പായിട്ട് തന്നെയാണോ? ആ വിശപ്പാണെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആവും. വിശപ്പല്ലെങ്കിൽ അത് അങ്ങനെ കിട്ടണമെങ്കിൽ പോകും. അപ്പൊ വിശപ്പ് ശ്രദ്ധിക്കണം. പനി വന്നാലും ജലദോഷം വന്നാലും അതിനെന്ത് ചെയ്യുക? വിശപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശപ്പില്ലാതെ കഴിക്കാതിരിക്കുക. അത് അടുത്ത ഘട്ടമായിട്ട് പോവാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എനർജി ശരീരം സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെവിക്കും മറ്റും മൂത്രത്തിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അപ്പം എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കാതിരിക്കുക. ചെവിക്കുള്ള ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ താനേ മാറിക്കോളും. വെള്ളം കൂടി കുറക്കുക. വെള്ളം കൂടി കൂടിയാലും ഈ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലത്ത് കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ അത് ഓവറാവും. അങ്ങനെ ചെവിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായല്ലോ. പനി, ജലദോഷം, തുമ്മല്, ചുമ. ചുമ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലെ ഈ ഭാഗത്തുള്ള വേസ്റ്റസിനെ ശരീരത്തിന് കഫത്തിൽ പൊതിഞ്ഞ് പുറന്തള്ളാൻ ഇത് അങ്ങോട്ടേ പോകുള്ളൂ, ഇങ്ങോട്ട് വരില്ലല്ലോ. ഇങ്ങോട്ട് ബ്രീത്തല്ലേ വരിക. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ബ്രീത്താ വരിക, വേറെ ഒന്നും ഇങ്ങോട്ട് വരില്ല. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മോട്ടർ, നമ്മൾ കിണറിന്ന് വെള്ളം അടിക്കാൻ മോട്ടർ ഉപയോഗിക്കൂലേ, അതുപോലെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവണം. എന്ന് ചുമക്കുമ്പോൾ സാധനം ഇങ്ങനെ വരുന്നത് അത് ഇങ്ങനെ ഒഴിവാക്കി കളഞ്ഞാൽ അത് ക്ലീൻ ആകുമ്പോൾ ഓക്കെ പോവും. പിന്നെ വേറൊരു ചുമ ഉണ്ട്, കഫൊന്നും വരില്ല. ചുമ പല രീതിയിലുണ്ട് കേട്ടോ.
ആ ഗുളികകൾ കുടിച്ചാൽ ജലദോഷം വെക്കും. ഞാൻ തുടക്കത്തിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? എപ്പോഴും ഉണ്ടായില്ല, അലർജിന്റെ അതല്ല, ഈ ക്ലാസ്സിൽ തുടക്കത്തിലെ ക്ലാസ് കേട്ടിരുന്നോ? ഇല്ല, ഞാൻ കാര്യമായിട്ട് കേൾക്കും. ഓക്കെ. ജലദോഷം വരുമ്പോൾ മെഡിസിൻ കഴിച്ചാൽ ജലദോഷം നിൽക്കുകയല്ല ചെയ്യുക. ജലദോഷത്തിൽ ആ പൊടിപടലങ്ങൾ മൊത്തം മൂക്കിനുള്ളിലും സൈനസ് ഏരിയയിലും ഒട്ടിപ്പിടിച്ച് നിൽക്കും, ഡ്രൈ ആയി പോകും. പിന്നെ അടുത്ത വരുന്ന പൊടിപടലങ്ങൾ നേരെ ലങ്സിലോട്ടാണ് പോവുക. ഇപ്പൊ ജലദോഷത്തിന് മെഡിസിൻ കഴിച്ചാൽ അടുത്തത് ഉണ്ടാവുക ന്യൂമോണിയ പോലുള്ള മാരക അസുഖങ്ങളാണ്. അപ്പം മെഡിസിൻ കഴിക്കാതിരിക്കുക. ആ ഒരു കഫത്തിൽ പൊതിഞ്ഞ് ആ ഒരു പൊടിപടലങ്ങൾ കംപ്ലീറ്റ് പോവാണ്. നിങ്ങൾക്ക് ഇന്നും വന്ന ജലദോഷം അല്ലാതെ. ജലദോഷം എന്ന് പറയുമ്പോൾ അത് കുറച്ചായിട്ട് നമ്മൾ ശ്വസിക്കുന്നതും മറ്റുമായിട്ടുള്ള പൊടിപടലങ്ങളും ഒക്കെ മൂക്കിൽ കയറി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ അതിനെ ശരീരം ചെയ്യും ഒക്കെ പുറത്താക്കി വൃത്തിയാക്കും. ചില കിച്ചണൊക്കെ നമ്മൾ ആഴ്ചയിൽ മാസത്തിലൊക്കെ നന്നായി വൃത്തിയാക്കും അല്ലേ? അതുപോലെ ഒരു നന്നായിട്ടുള്ള വൃത്തിയാക്കലാണ് അവിടെ നടക്കുന്നത്. ആ വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടെ ഉണങ്ങി പിടിക്കും, ആ ഡ്രൈ ആയി പിടിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ജലദോഷം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മെഡിസിൻ കഴിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഭക്ഷണം ഒഴിവാക്കിയിട്ട് റെസ്റ്റ് എടുക്കുക, മെഡിസിൻ കഴിക്കാതിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഈ ജലദോഷം വരുന്നതും കഫം വരുന്നതും കംപ്ലീറ്റ് തുപ്പിക്കളയുക, പുറത്താക്കി കളയുക. അത് പുറത്ത് പോയി നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഇത് മാറിക്കിട്ടും. ഇനി വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക മെഡിസിൻ കഴിക്കൽ. ഇനി ആ സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ടൊന്ന് വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ വലിയവരൊക്കെ പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യും. പക്ഷെ കുട്ടികളിൽ ഇപ്പൊ ജലദോഷം ഉണ്ടാവുമ്പോ വീട്ടില് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോ അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാം? കുട്ടികൾക്കുള്ള ഇഷ്യൂ, അവർക്ക് വിശപ്പ് ഉണ്ടാവില്ല, ഒരു വേണ്ടാന്ന് പറയും. ഒരു വേണമെന്ന് പറയാൻ എപ്പോഴാ വെച്ചാൽ ഇങ്ങനെ കാണുമ്പോഴാണ്. അവരെ ഡിസ്ട്രാക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്. ഫോൺ കൊടുക്കരുത്, അത് വേറെ എന്തെങ്കിലും പസിൽസോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കുക. അപ്പൊ എന്ത് ചെയ്യും, അവര് ഈ സാധനം മറക്കും. നമ്മളാണ് ഭക്ഷണത്തിൽ കൂടുതൽ കൺസേൺ ആയിരിക്കും. കൂടുതൽ കൺസേൺ ഇവിടെ കുട്ടികൾക്കില്ല. കുട്ടികൾക്ക് അത് കണ്ടതുകൊണ്ട് ആ സമയത്ത് ഒരു ഇതുണ്ടാവുന്നുള്ളൂ. അപ്പൊ ആ സമയത്തിന് ഒന്ന് കടന്നു പോയാൽ കുട്ടികളത് മറക്കും. വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവരെ ഏർപ്പാടാക്കി കൊടുക്കുക. അവൾക്കാണെങ്കിൽ നല്ല ചുമയുണ്ട്, ജലദോഷമുണ്ട് മോൾക്ക്. അപ്പൊ അവളാണെങ്കിൽ വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരും കഴിക്കുമ്പോ ഭേദം വേണ്ടോണം കഴിക്കണമുണ്ട്, ചുമക്കണമുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യാ? അതല്ലേ ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വേറെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുക, ചികിത്സ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടും, പെട്ടെന്ന് മാറും കേട്ടോ. ഡിസ്റ്റൻസ് ഹീലിങ്ങോ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ പരമാവധി കുട്ടിയെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, റെസ്റ്റ് എടുക്കുക. ഇളം വെയിലൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് വെയിൽ അടിക്കുകയാണെങ്കിൽ അതൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. നേരത്തെ ചെവിന്റെ ഇഷ്യൂ പറഞ്ഞില്ല, അതൊക്കെ ഈ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചെവിന്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അഡിനോയിഡ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറിക്കോളും. ചികിത്സ ചെയ്ത ആ കൂട്ടത്തിൽ തന്നെ അഡിനോയിഡ് ഇഷ്യൂസ് ഒക്കെ കംപ്ലീറ്റ് മാറും. അത് പിന്നെ ഉണ്ടാവാത്ത രീതിയിൽ മാറും. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. കുട്ടികളുടെ അസുഖം എന്നുള്ളത് വേറെ ടോപ്പിക് തന്നെയാണ്. കുട്ടികൾക്ക് നമുക്ക് ഈ പ്രയാസം ഉണ്ടാകും, പനി ഉണ്ടാകുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ. പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല വിശപ്പായിരിക്കും ഉണ്ടാവുക. പനി മാറിക്കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണത്. ആ നല്ല വിശപ്പ് നമ്മൾ ആ വിശപ്പിനനുസരിച്ച് മാത്രം കൺട്രോൾ ചെയ്ത് കൊടുക്കണം ഭക്ഷണം. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് പെട്ടെന്ന് ആ ഒരു സാഹചര്യം കൊണ്ട് അവരുടെ അർത്ഥിക്കൊണ്ട് അവരെന്ത് ചെയ്യും, അങ്ങനെ ഒരു ഫീലിംഗ് പിന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ നന്നായിട്ട് കഴിക്കും. വിശപ്പ് മാറിയിട്ടും അവർ കഴിക്കും. ഈ വിശപ്പ് മാറിയിട്ട് കഴിക്കുന്നത് എന്ത് ചെയ്യും, അവരൊരു സ്ഥിരം പരിപാടിയാക്കും. പിന്നെ അടുത്ത വിശപ്പിന് അങ്ങനെ കഴിച്ച് പിന്നെ അവർക്ക് അടുത്ത അസുഖം ഉണ്ടാവുന്നത് ഈ ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടായിരിക്കും. പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, പനി മാറിയിട്ട് കുട്ടികളൊന്ന് ഫ്രഷ് ആയി ക്ലീൻ ആയി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കുക. കാരക്ക കൊടുക്കുന്നത് ബെറ്ററാണ്. കാരണം അവർക്ക് ആ ഒരു ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും. ഫുഡിനോടുള്ള ആ ഒരു ക്രേവിങ്സ്, ആ ഒരു വലിയ താല്പര്യം ഒന്ന് കുറഞ്ഞു കിട്ടും. ജലദോഷം മാറിക്കോട്ടെ. ജലദോഷം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വിശക്കൂല. നിങ്ങൾക്ക് സ്മെല്ലില്ലെങ്കിൽ വിശക്കൂല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് പരിഗണിച്ചാൽ മതി. ഇനിയിപ്പോ നല്ല വിശപ്പാണെങ്കിൽ കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാറിയിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസമുള്ള 2-3 ദിവസം നീണ്ടു നിൽക്കും. അതൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്തേ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളുടെ അടിവസ്ത്രം, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ നനവില്ലാതിരിക്കുക. അതങ്ങനെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് പോവാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ
കുട്ടികൾക്ക് ഡ്രസ്സിന്റെ കുറവുണ്ടെങ്കിൽ അത് മഴക്കാലത്തേക്ക് വാങ്ങണം. അടിവസ്ത്രങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ളത്. അത് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കൊണ്ടുവരും. നനഞ്ഞത് തന്നെ ഇട്ട് നടക്കാതിരിക്കുക. അതൊക്കെ ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കൊട, റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ ഈ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഈ ഡ്രൈവിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നല്ല സാവധാനം ഓടിക്കുക. മഴയാണ്, സ്കിഡ് ചെയ്ത് പോകും, റോഡിൽ നിന്ന് തെന്നി വീഴും, അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പല പോസ്റ്റുകളും നടക്കുന്നുണ്ടാവും, അവിടുന്ന് ഷോക്ക് അടിക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. അസുഖത്തിന്റെ കാര്യത്തിൽ നമ്മൾ അസുഖം വരുമോ വിചാരിച്ചിരിക്കരുത്. ഇത്തരം കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവില്ല. നമ്മൾ അസുഖങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. മരം വീഴുമ്പോൾ, കാറ്റടിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, ഊതിയോണെ ഉള്ളിൽ ഈ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും ശ്വാസം വരണം. അത് ഉള്ളിലെ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലെ ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോൾ ഉള്ളിലെ ഹീറ്റ് കുറേ പോകുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിലെ ഹീറ്റ് കുറേ പോയി കിട്ടും. അപ്പോൾ അത് സ്റ്റോപ്പ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ അലർജി സ്ഥിരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തൽക്കാലം പാലും പഞ്ചസാരയും ഒഴിവാക്കുന്നത് അലർജി പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ നേരത്തെ ഒരു 3 മണിൻ്റെയും 4 മണിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് പുലർച്ചെ കുളിക്കുന്നതും ഈ അലർജി പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. ഇതൊന്നും ചെയ്തിട്ട് മാറ്റം വരുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എനർജി ലെവലിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അക്യുപഞ്ചർ ചികിത്സ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പനി വന്നു, ജലദോഷം വന്നു, നിങ്ങൾ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചികിത്സിക്കുക തന്നെ വേണം. ചികിത്സിക്കേണ്ട എന്ന് പറയുന്നത്, ചികിത്സിക്കുന്നത് നിങ്ങൾ മരുന്നില്ലാതെ ചികിത്സാ രീതിക്ക് നോക്കുക. ഒരിക്കലും അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് മാറുന്നതാവരുത്. അതെന്ത് ചെയ്യുക, കംപ്ലീറ്റ് പോയിട്ട് മാറുന്നതാവണം. ഒരിക്കലും അത് ആ ഒരു അസുഖം മാറുക വേണ്ടത്, മറിയല്ല. മരുന്ന് കഴിക്കുമ്പോൾ മാറൂല, അത് മറിയുക ചെയ്യുക. മനസ്സിലായോ? മരുന്ന് കഴിക്കുമ്പോഴത്തേയും അത് മാറും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അലർജി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇത്തരം എല്ലാ കാലത്തും ബുദ്ധിമുട്ടുള്ള ആളുകൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൃത്യമായ രീതിയിൽ അത് എന്തുകൊണ്ട് വന്നു, എന്ത് കാരണം കൊണ്ട് മാറുന്നില്ല, ഇത്തരം കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ആ മാറ്റം ഒരു മാറ്റമായിരിക്കും. പിന്നീട് അതില്ലാത്ത രൂപത്തിൽ മാറും. പിന്നെ ആ ഒരു ശീലങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിശന്നുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക, വിശപ്പില്ലാതെ കഴിക്കാതിരിക്കുക, ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ദാഹം ഉണ്ടാവില്ല, നന്നായി ചവച്ചരച്ച് കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് ദാഹം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് ദാഹം കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നല്ല ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക, ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളത്. കാരണം രാത്രിയിലാണ് ഇത്തരം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നത്. അപ്പൊ രാത്രി ഒരുപാട് സമയം നമ്മൾ ചായ കുടിക്കാനും അതുപോലെ തന്നെ മറ്റു സംസാരിച്ചിരിക്കാനും ഒക്കെ ചെലവഴിക്കാതെ ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി ഉറങ്ങിയേക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഒരുപാട് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കും നമ്മൾ. നമുക്ക് ഈ ഒരു ഉറക്കം കിട്ടുക എന്നുള്ളതാണ് മഴക്കാലം നമുക്ക് തരുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ റെഡി ആവുന്നുള്ളത്. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ അവന് രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് ആയി എണീക്കും. ആ ഫ്രഷ് ആയിട്ട് എണീച്ചാൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രകൃതി നമുക്ക് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ബോഡി ഒന്ന് നല്ലേക്ക് മെച്ചപ്പെടുന്നുണ്ട്. ആ മെച്ചപ്പെടൽ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടും. അത് നേരത്തെ ഉറങ്ങണം. അതിന് നേരത്തെ എഴുന്നേൽക്കും വേണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഇഷ്യൂ വരുന്നതാണ്, നമുക്ക് മഴക്കാലം ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് പോസ്റ്റ് മൂടി കിടക്കാൻ വെച്ചിട്ട് ഒരു 5 മണിക്ക് ശേഷം, സുബഹിക്ക് ശേഷം വീണ്ടും ഉറങ്ങും. അത് വലിയ പ്രശ്നമാണ്. നമ്മളെ ലാർജ് ഇൻഡസ്ട്രിയിൽ നമ്മളെന്ത് ചെയ്യും, ഈ എനർജി ടൈമാണത്. നമ്മളെ വൻകുടലുകളും മറ്റുമായിട്ടുള്ള അവിടെ റിമൂവൽ പ്രോസസ്സിന് തടസ്സം ഉണ്ടാവും. മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് അത് ആ സമയത്ത് ഉറങ്ങരുത് എന്ന്. ആ സമയത്ത് ഉറങ്ങുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ തുമ്മല്, ജലദോഷം, ഇതൊക്കെ കൂട്ടാൻ കാരണമാക്കും. ആ സമയത്ത് ഉറങ്ങാതിരിക്കുക, ഉണർന്നിരിക്കുക, ഒന്നും ചെയ്തില്ലെങ്കിൽ ഉണർന്നിരിക്കുക, കിടന്നുറങ്ങാതിരിക്കുക. ആ സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ബോഡിക്ക് വേണ്ടി കിട്ടുന്നുണ്ട്, പ്രകൃതി തരുന്നുണ്ട്. പ്രകൃതി ഉണരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരം ഉണർന്നിരിക്കണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് ഉറങ്ങാതിരിക്കുക. ഈ ലാർജ് ഇൻഡസ്റ്റൈൻ, നമ്മളെ ഈ ദഹന പ്രശ്നം ഉണ്ടാവും ആ സമയത്ത് ഉറങ്ങിയാൽ. ദഹന പ്രശ്നം ഉണ്ടായാൽ തന്നെ ബാക്കി അസുഖങ്ങളൊക്കെ വയ്യേ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു അസുഖം ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ അടുത്ത ഭക്ഷണം, അടുത്ത വിശപ്പ് ഒഴിവാക്കി വെക്കുക. പിന്നെ വരുന്ന വിശപ്പിന് ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്യുപഞ്ചർ പോലും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അക്യുപഞ്ചർ നമ്മൾ സിസ്റ്റമായിട്ട് ചെയ്യുക. ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ആദ്യത്തെ 5 ആഴ്ച തുടർച്ചയായി ചെയ്യാൻ പറയും. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഗാഠതയുള്ള അസുഖത്തിനനുസരിച്ചാണ്. ചില അസുഖങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, 7 ആഴ്ച തുടർച്ചയായിട്ട് വരാൻ പറയും. എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ ഈ 7 ആഴ്ച വന്ന ശേഷം അവൻ എന്ത് ചെയ്യും, 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടണം. 2 ആഴ്ച കൂടുമ്പോൾ പിന്നെ പോവും.
പിന്നെ അത് അങ്ങനെ ഒരു 5 ആഴ്ച 2 ഗ്യാപ്പ് ഇട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാസത്തിലാക്കും. പിന്നെ നിങ്ങൾ മാസത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. നമ്മൾ ഉദ്ദേശിച്ച അസുഖം മാറിയാലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മെച്ചപ്പെട്ട് വരുള്ളൂ. ശരീരം ഡെവലപ്പ് ആവുക ചെയ്യാം. ഒരു അസുഖവും ഇല്ലാത്ത ആൾ അക്യുപഞ്ചർ ചെയ്താലും ആ ശരീരം ഡെവലപ്പ് ആവുക ചെയ്യാം. ഒരു അക്യുപഞ്ചർ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സിറ്റിംഗ് ചെയ്താൽ തന്നെ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം അത് ഉണ്ടാവൽ നിർബന്ധമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പ്രകടമായി കണ്ടിട്ടില്ലെങ്കിലും ഉള്ളിൽ ഒരു മാറ്റം മെന്റലിയോ ഫിസിക്കലിയോ സ്പിരിച്വലിയോ ഒക്കെ ഒരു മാറ്റം, ഒരു ചേഞ്ച് അവിടെ നിർബന്ധമാണ്. ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു ചികിത്സ പോലും വേസ്റ്റ് ആയി പോകുന്നില്ല. ഒറ്റ ട്രീറ്റ്മെന്റ് പോലും ആ ക്ലിനിക്കിൽ നിങ്ങൾ കയറിയാൽ അത് വേസ്റ്റ് ആവൂല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ വളർച്ച കാലഘട്ടങ്ങളിലൊക്കെ ഈ അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ്മെന്റ് മരുന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അവരുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയ ഗ്രൂപ്പുകൾ അവിടുന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം കേട്ടോ. 3 മന്ത് ക്ലാസ്സിന്റെ നോക്കണ്ട, മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ 3 മന്ത് ക്ലാസ് ഉണ്ട്. അക്യുപഞ്ചറിനെ കുറിച്ച്, നമ്മളെ ഹെൽത്തിനെ കുറിച്ചുള്ള ക്ലാസ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. പബ്ലിക്കിന് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സാണ്. അതിൽ താല്പര്യമുള്ളവർ അതിന് വേണ്ടി വിളിക്കാം, നേരിട്ട് വിളിക്കണം കേട്ടോ. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം. 82 89 91 91 26 ഇതിൽ വിളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മഴക്കാലം ഏറ്റവും ആസ്വാദ്യകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല മഴയും നല്ല മഞ്ഞും നല്ല രീതിക്ക് ഈ ഒരു കാലം നമുക്ക് എന്നും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം രീതികൾ ആസ്വദിക്കാനുള്ള ടെൻഡൻസി കുറയും. ഇപ്പൊ നമ്മളിതിനെ നന്നായിട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസവും ആരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.